കെ ആൻസലൻ എം.എൽ.എ. അദ്ദേഹം നെയ്യാറ്റിൻകരയുടെ ജനപ്രതിയാണ് നിയമസഭയിൽ. ശ്രീ ആൻസലൻ, ശിശുദിന റാലി സംഘടിപ്പിക്കണം. ഇത്തരം ദിനാചരണങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ചാച്ചാജിയുടെ ഓർമ്മ പുതുക്കലൊക്കെ ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അത് വളരെ പ്രധാനവുമാണ്. പക്ഷേ അത് രാവിലെ നടത്തിക്കൂടായിരുന്നു. ഈ ഉച്ചയ്ക്ക് ശേഷം മഴയുള്ള കാലത്ത് ഇങ്ങനെ കുട്ടികളെ മഴ നനയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആരുടെ ഭാഗത്തെ പിഴവാണ് എന്നാണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്? അല്ലാതെ പിഴവായി മനഃപൂർവ്വം ഉണ്ടായതല്ല. റാലി അവർ തുടങ്ങി എല്ലാ വർഷവും തുടങ്ങുന്ന പോലെ 3 മണിക്ക് റാലി ആരംഭിച്ച് കഴിഞ്ഞ് റോഡിന്റെ ഭാഗത്തെത്തിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മഴ തുടങ്ങി. പിന്നെ ഈ കുട്ടികളെ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു സൗകര്യമുള്ള ഒരു പ്രദേശമല്ല. കാരണം അതിനുള്ള സ്പേസ് ഒന്നുമില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. മനഃപൂർവ്വം റാലിയിൽ മഴയത്ത് സാധ്യമല്ല. റാലി തുടങ്ങി കടന്നതിന് ശേഷം മഴ വന്നു കയറിയതാണ് തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നല്ലോ. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമെന്ന് നമ്മൾ സ്വാഭാവികമായൊരു കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കിയില്ല. പക്ഷേ സ്വാഭാവികമായി നമ്മൾ കരുതുമല്ലോ ആ ഉച്ചയ്ക്ക് ശേഷം മഴയായിരിക്കും. ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ട്രാഫിക് തിരക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നെയ്യാറ്റിൻകര അടക്കമുള്ള സ്ഥലങ്ങൾ. അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പുഴയടക്കമുണ്ട്. ഈ മഴക്കാലത്ത് പ്രതിസന്ധിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അത് രാവിലെ നടത്താൻ പാടില്ലായിരുന്നു. അല്ല, രാവിലെ നടക്കുന്നത്. സാധാരണ ഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്, വൈകുന്നേരമാണ് നടക്കുന്നത്. പ്രൊസഷൻ ഒരിക്കലും രാവിലെ നടത്തിയിട്ടില്ല. അതിൽ ഏതെങ്കിലും രൂപത്തിൽ മനഃപൂർവ്വം മഴയത്ത് കുട്ടികളെ നടത്താൻ വേണ്ടി മുനിസിപ്പാലിറ്റിയോ സംഘാടകരോ ശ്രമിച്ചതല്ല. അത് യാദൃശ്ചികമായി വന്നിട്ടുള്ളൊരു പ്രയാസമാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഇപ്പോൾ ഡിസ്ട്രിക്ട് റെയിൻഫോൾ ഫോർകാസ്റ്റ് ഫോർ കേരള ആൻഡ് ലക്ഷദ്വീപ് എല്ലാ ദിവസവും കൃത്യമായ ഇടവേളകളിൽ ഇറങ്ങുന്ന ഒന്നാണ്. ജനപ്രതിനിധികളടക്കം അങ്ങേക്കിടക്കം നഗരസഭയ്ക്കടക്കം ആക്സസ് ചെയ്യാൻ കഴിയുന്നതും നേരിട്ട് ഈ ഗ്രൂപ്പുകളിലേക്ക് വരുന്നതാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി അത് സാധാരണ നിലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ റെയിൻഫോളുമായി ബന്ധപ്പെട്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ്, മഞ്ഞ അലർട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നതാണ് ഞാൻ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ഇപ്പോൾ പതിവായി നെയ്യാറ്റിൻകരയിൽ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അത് ശരിയായിരിക്കാം. മാത്രമല്ല നെയ്യാറ്റിൻകരയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടും ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തോതിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രദേശമാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായും വലിയ ഇടകലർന്നു നിൽക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ ഇത്തരം പരിപാടികളൊക്കെ എപ്പോഴും പ്രശംസനീയമാകേണ്ടതുമാണ്. പക്ഷേ ഈ കുട്ടികളെ മഴയത്ത് നനച്ചു എന്ന ഒരു പരാതി വരുമ്പോൾ ആ സംഘാടനത്തിനൊരു പിഴവുണ്ടായില്ലേ എന്നതാണ് ഒരു ചോദ്യം. അതിൻ്റെ ഒരു ഗൗരവം അതാണ്. പരിശോധിക്കാം. എന്തായാലും ആരും മനഃപൂർവ്വം കുട്ടികളെ നനയ്ക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായും വന്ന് ചോദിച്ചതാണ്. അതെന്താണെന്ന് പരിശോധിക്കാമെന്ന ഇടപെടാം. നന്ദി. ശ്രീ ആൻസലൻ നെയ്യാറ്റിൻകര എം.എൽ.എ. ആണ്.